മകരം രാശിക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം, അതായത് ജൂലൈ മാസം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യുന്നതാണ്. ജീവിതം തന്നെ ഒരു പോരാട്ടത്തിലൂടെ തന്നെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവം. എന്നിരുന്നാലും ഈ അടുത്ത കാലമൊത്തായി, അതായത് ഈ ജനുവരി മാസത്തിന് ശേഷം നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിലൊക്കെ ഒരു മുന്നേറ്റമൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ചിലർക്ക് ജോലിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ കുറച്ചൊക്കെ സമ്പത്തുപരമായ രീതിയിൽ മുന്നിലേക്ക് വരാനും ഒരു പരിശ്രമം നടത്തി അതിൽ കടബാധ്യതകളൊക്കെ ഒരു അല്പമെങ്കിലും കൊടുത്തു തീർക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ചിലർക്കൊക്കെ കുടുംബപരമായ രീതിയിലൊക്കെ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ജാതക ദോഷം കാരണം ചില ബന്ധങ്ങളൊക്കെ വേർപെട്ട് പോയ സാഹചര്യമാണ്. ചിലർക്ക് ജാതക ദോഷങ്ങൾ കുറവായതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു രീതിയിൽ പോയെങ്കിലും ചിലർ ഒന്നിച്ചു ചേർന്ന സാഹചര്യങ്ങളും ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ അഷ്ടമ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ചൊവ്വായും കേതുവുമാണ്. ഈ ജൂലൈ മാസത്തിൽ പണം സംബന്ധപ്പെട്ട ഇടപാടുകളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് ജാമ്യ വ്യവസ്ഥകളിലൊക്കെ പോയി ഒപ്പിട്ട് പണമെടുക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ, പരസ്പര ജാമ്യ വ്യവസ്ഥയിലൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പണി ഉറപ്പായിട്ട് കിട്ടും. കാരണം പരസ്പര ജാമ്യത്തിൽ ഒപ്പിട്ട് വാങ്ങിക്കൊണ്ട് പോവുകയും പിന്നീട് അതിന് ബാധ്യത നിങ്ങൾ ചുമക്കേണ്ട ഒരു കാലം വരും. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ളവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം. പണം സംബന്ധപ്പെട്ട ഇടങ്ങളിൽ മറ്റൊരാളുടെ വാക്ക് വിശ്വസിച്ച് ഒന്നും കൊടുക്കുവാനോ വാങ്ങുവാനോ പാടുള്ളതല്ല. ഇപ്പോ വസ്തുവൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ചിലരുണ്ടാവും. മകരം രാശിയിലെ ചില സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ഒരല്പം വസ്തുവൊക്കെ വാങ്ങി മക്കൾക്കൊക്കെ വേണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു കാലഘട്ടം അനുകൂലമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. വളരെയധികം ജാഗ്രത പാലിക്കണം. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യുമ്പോൾ അവിടെ വളരെയധികം ശ്രദ്ധ തന്നെയാണ് വേണ്ടത്. കൊടുത്ത പണം തിരികെ കിട്ടാത്ത സാഹചര്യം, മുടക്കുന്ന പണം അവിടെ കാമ്പൗണ്ട് ചെയ്യാനായിട്ടോ എന്തെങ്കിലും വാനം ഒക്കെ വെട്ടി അതിനകത്ത് കുഴിച്ചിട്ടതുപോലെ ആയി പോവും. പണം അവിടെ പാഴായതുപോലെ അവിടെ കിടക്കും. വീട്ടിന്റെ പണികളും നടക്കില്ല, പണവും പാഴായി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും. മറ്റ് എന്ത് കാര്യത്തിനാണെങ്കിലും ശരി, ഡോക്യുമെന്റേഷൻ സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണം. ആറാം ഭാവാധിപതിയായ ബുധൻ ഏഴാം ഭാവത്തിലേക്ക് വക്രഗതിയിലേക്ക് മാറുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ശാരീരികമായ രീതിയിൽ എന്തെങ്കിലും പെട്ടെന്നൊരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. അത് പ്രായമാധിക്യമായ 50 വയസ്സിന് ശേഷം ഉള്ള വ്യക്തികൾക്ക് ഇത് അധികമായിട്ട് വന്നു ചേരുന്ന ഒരു കാലമാണ്. അപ്പോൾ വളരെയധികം ജാഗ്രത വേണം. ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ സംരക്ഷിക്കുക, ഭർത്താവാണെങ്കിൽ ഭാര്യയെ സംരക്ഷിക്കുക. നല്ല രീതിയിൽ കെയർ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം. ചിലപ്പോൾ സ്റ്റെപ്പിൽ നിന്നും വീഴുന്ന ഒരു കാര്യമായിരിക്കാം. എങ്ങനെയും ബാത്റൂമിൽ ചറുക്കി വീഴുന്ന കാര്യമായിരിക്കാം. എന്തെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ട് വന്ന് പിന്നീട് ഒരുപാട് കാലം വെച്ച് അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തെ ഇവിടെ സൃഷ്ടിക്കും ബുധൻ വക്രഗതിയിൽ പ്രാപിക്കുമ്പോൾ. 30 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ സംശയങ്ങൾ ഉടലെടുക്കുകയും അത് തർക്കങ്ങളിലേക്ക് വരികയും വീണ്ടും കുടുംബ ബന്ധം ശിഥിലമാകുന്ന ഒരു രീതിയിലേക്കും പോകും. അപ്പോൾ അനാവശ്യമായ പരസ്പരം കലഹിക്കുന്നതിന് പകരം ചില എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സമാധാനപരമായ രീതിയിൽ സംസാരിച്ച് ഒരു കാര്യത്തിന് തീർപ്പ് വരുത്തേണ്ട കാര്യം, അതായത് അവഗണിക്കേണ്ട കാര്യങ്ങൾ അവഗണിച്ച് കളയുക എന്നാണ്. തർക്കത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നതാണ് ഞാൻ പറയുന്നത്. ഇത് എന്ത് കാര്യവും ആയിക്കോട്ടെ. രാശിക്ക് 6ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ സൂര്യഭഗവാനും അതുപോലെ വ്യാഴനുമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഗ്രഹങ്ങൾ അവിടെ നിലകൊള്ളുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സൂര്യൻ സപ്പോർട്ട് ചെയ്യും. കടബാധ്യതകൾ കുറയ്ക്കുവാനായിട്ട് തൊഴിൽപരമായ രീതിയിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ധനപരമായ രീതിയിൽ സഹായിക്കുന്നതിന്. അപ്പോൾ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തീർക്കാനായിട്ട് വേണം നിങ്ങൾ ശ്രമിക്കുവാനായിട്ട്. കാരണം മകരം രാശിക്കാർക്ക് കടബാധ്യതകൾ ധാരാളം ഉള്ളവർ തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മകരം രാശിയിൽ പിറന്നവരൊക്കെ തന്നെ ആർക്കെങ്കിലും വസ്ത്രം ദാനം ചെയ്യുന്നതൊക്കെയും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. അതായത് കുട്ടികൾക്ക് ഒരു വസ്ത്രം വാങ്ങി നൽകുക, അല്ലെങ്കിൽ വിവാഹം സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ആർക്കെങ്കിലും ഒരു വസ്ത്രം വാങ്ങി നൽകുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അമ്മയ്ക്ക് ഒരു വസ്ത്രം വാങ്ങി നൽകുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വസ്ത്രം വാങ്ങി ദാനമായിട്ട് നൽകുന്നതൊക്കെ മകരം രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. എന്തായാലും കടബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് ചെറിയ മാർഗങ്ങളൊക്കെ തെളിയുന്ന ഒരു സമയം തന്നെയാണ്. ഇത്രയും കാലം അത് നടന്നില്ലെങ്കിലും ജൂലൈ മാസം 15-ാം തീയതിക്കുള്ളിൽ അതൊക്കെ നടക്കുന്ന ഒരു കാലമായിരിക്കും.
ജൂലൈ 15-ാം തീയതിക്ക് ശേഷം സഹോദരങ്ങൾ തമ്മിലൊക്കെ സ്വത്തുപരമായ രീതി, അതായത് ഇപ്പോൾ പൂർവികമായ സ്വത്തുക്കളൊക്കെ ഭാഗം വയ്ക്കുന്ന ഒരു സാഹചര്യം ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കും. അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും, അതുകൊണ്ട് തന്നെ അച്ഛന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെയും ഇവിടെ വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. ജൂലൈ 15-ാം തീയതിക്ക് ശേഷം സഹോദര സ്ഥാനത്തെ കണക്കാക്കുമ്പോൾ സഹോദരങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ വാക്കുതർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. അപ്പോൾ മാക്സിമം ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവഗണിച്ച് തർക്കങ്ങളില്ലാത്ത രീതിയിലേക്ക് പോകേണ്ടത് നിങ്ങളുടെ കടമയായിട്ട് കണക്കാക്കുക. എന്തുകൊണ്ടെന്നാൽ ഈ കാലഘട്ടത്തിൽ വിവേകത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാലമാണ്. അതിവേഗത്തിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പിഴയ്ക്കും എന്നതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ വിവേകത്തോടുകൂടി ചിന്തിച്ച് ബുദ്ധിപരമായ നീക്കത്തിലൂടെ മുന്നിലേക്ക് പോകുക. ഈ പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. അതായത് കോടിക്കണക്കായിട്ടുള്ള ഈ മകരം രാശിയിലുള്ള വ്യക്തികൾക്കെല്ലാം കൂടി ചേർന്ന ഫലമാണ്. എല്ലാ മകരം രാശിയിൽ പിറന്ന എല്ലാവർക്കും ഈ ഫലങ്ങളൊന്നും തന്നെ ബാധിക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ സ്വന്തം ജാതകത്തിൽ എന്തൊക്കെ ദശാബുദ്ധികൾ നടക്കുന്നുവോ അതിനനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും അനുഭവിക്കേണ്ടതായിട്ട് വരിക. കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരിക, കടബാധ്യതകൾ, കുടുംബ പ്രശ്നങ്ങൾ ജാതക വിധി പ്രകാരമായിരിക്കും അനുഭവിക്കേണ്ടതായിട്ട് വരിക എന്നുകൂടി മനസ്സിലാക്കി. ഇത് പൊതുവായിട്ട് ഇപ്പോൾ നടക്കുന്ന രാശി മാറ്റങ്ങൾ എങ്ങനെയാണ് ഒരു മകരം രാശിക്ക് ഫലവത്തായി വരിക, മകരം രാശിക്ക് മോശം ചെയ്യുക എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ പ്രശ്നങ്ങൾ കേട്ട് അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം ജാതകത്തിൽ അങ്ങനെയുള്ള യോഗങ്ങൾ ഉണ്ടോ, നന്മ നടക്കുമോ എന്ന് പരിശോധിക്കേണ്ടത് നിങ്ങളുടേതായ ഒരു കടമ തന്നെ. അപ്പോൾ അടുത്ത് ആരെങ്കിലും കണ്ട് പരിശോധിക്കുന്നത് നല്ല ഫലത്തെ ഉണ്ടാക്കാനായിട്ട് കഴിയും. അതായത് ഇപ്പൊ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ബസ് തട്ടി മരിച്ചു എന്ന് കരുതിയിട്ട് മറ്റുള്ളവർക്ക് അതേ വഴി കൂടെ നടക്കാൻ പാടില്ല എന്ന് ഒരു ചിന്താഗതിയൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും നടക്കണം, നടന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഒരാൾക്ക് ഒരു കാര്യം സംഭവിച്ചു എന്ന് കരുതി മറ്റൊരാൾക്ക് അത് സംഭവിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഫലമാണ് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ശുക്രന്റേതായ സ്ഥാനം നല്ല ബലവത്തായ ആ ഒരു സ്ഥാനത്തിലായതുകൊണ്ട് തന്നെ വിവാഹ കാര്യങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു സമയത്ത് ഫസ്റ്റ് ജൂലൈ മാസം ആദ്യ വാരത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ കർക്കിടക മാസത്തിന് ശേഷം അത് നല്ല സ്ട്രോങ് ആയ നിലയിൽ വന്നെത്തുന്ന ഒരു സാഹചര്യമായിരിക്കും. കുടുംബ ബന്ധങ്ങളിലൊന്നും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരാനുള്ള ഒരു സാധ്യതകളൊന്നും ഇവിടെ കാണുന്നില്ല. എന്തായാലും ശുക്രന്റേതായ സ്ഥിതിയും നല്ല രീതിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമ്പത്തുപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വന്നെത്തുന്ന ഒരു കാലമാണെന്ന്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കടബാധ്യതകളൊക്കെ നീക്കുവാനായിട്ടുള്ള വഴികളൊക്കെ നിങ്ങൾ തെളിയുകയും അതുകൊണ്ട് കുടുംബ അന്തരീക്ഷങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്ന ഒരു കാലം തന്നെയാണ്. തൊഴിൽപരമായ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അതായത് ഇപ്പോൾ ഇരിക്കുന്ന ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ചിന്താഗതി ചിലർക്കെങ്കിലും ഉണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നല്ല രീതിയിൽ തന്നെ മുന്നിലേക്ക് പോകും. ചിലർക്ക് തന്നെ നല്ല മുകൾ അധികാരികളുമായിട്ടൊക്കെ നല്ല ഒരു പെരുമയും ഒക്കെ ലഭിക്കുന്ന ഒരിതാണ്. കാരണം കൊള്ളാം, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു പ്രശംസയൊക്കെ ലഭിക്കുന്ന ഒരു കാലമായിരിക്കും. ശനി വക്രഗതിയും കൂടെ പ്രാപിക്കുന്ന ഈ ഒരു സമയമായത് ജൂലൈ 15-ാം തീയതിക്ക് ശേഷം ജൂലൈ 15-ാം തീയതിക്ക് ശേഷം ശനി വക്രഗതിയിലൊക്കെ മാറുന്ന ഒരു കാലം കൂടിയൊക്കെ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പണം മുടക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത്, എഗ്രിമെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പുതിയ തൊഴിൽ തുടങ്ങുന്ന കാര്യങ്ങൾ, ജാമ്യ വ്യവസ്ഥയിൽ അത് നമ്മൾ ബാങ്ക് വഴിയൊക്കെ ലോണൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും തൊഴിൽ പണം മുടക്കുക, കൂട്ടുതൊഴിലുകളൊക്കെ ചെയ്യുക, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പൊതുവായിട്ട് നല്ല രീതിയിൽ മുന്നേറ്റം ഉള്ള ഒരു കാലം തന്നെയാണ്. അത് എല്ലാവരും അതിനനുസരിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ നല്ല ഫലം തന്നെയായിരിക്കും ഉണ്ടാവുക.